وعلى آله وصحبه أجمعين أما بعد أوصيكم عباد الله وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട പല പ്രാവശ്യം കേട്ടാലും എത്ര കേട്ടാലും മടുപ്പ് തോന്നാത്ത, എന്നാൽ എത്ര കേട്ടാലും അതിന്റെ ആ രസം തീരാത്ത സംവാദം, മംഗലാപുരം സംവാദമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് അത് മറ്റു സമയത്ത് ഇനി പ്ലേ ചെയ്യാം. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമിയുടെ അത്തവക്കുലു അലല്ലാഹ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് നടത്താനിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നമ്മൾ അറിയുന്നത് പോലെ തന്നെ വെറും നമ്മൾ ഇപ്പോ ആ വിഷയ സംബന്ധമായി ചിലപ്പോ ഇസ്തിഗാസയിലേക്കും തവസ്സുലിലേക്കും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹം പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ആളുകളെയൊക്കെ ആ സമയത്തേക്ക് നിങ്ങൾ ക്ഷണിക്കുക എന്ന് അറിയിക്കാം. നമ്മുടെ ഈ പിന്നെ ഏതെന്നിലൊക്കെ ഓരോ പൊട്ട ടെക്സ്റ്റുകളൊക്കെ ഇതിൽ കണ്ടിരുന്നു അല്ലേ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഏറെ പൊട്ടന്മാരെ അല്ലേ. ഈ പൊട്ടന്മാർക്ക് എന്ത് പറ്റിയ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഓ കാഫിറായി പോകൂലേ, ഓ മുശ്രിക്കായി പോകൂലേ? പിന്നെ ഇമാമിങ്ങളെ പഠിപ്പിക്കല ഈ രീതിയിലാണ് പറ്റുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ക്ലാസിന് ശേഷം ചോദിക്കാം. അതിന് ഇന്നലെ അവിടെ ടെക്സ്റ്റ് ചെയ്തിരുന്ന ആ കൂട്ടരൊക്കെ ആ സമയത്ത് അവിടെ വേണമെന്ന് അറിയിക്കുകയാണ്. അതിനു മുമ്പായി ഇന്നലെ ഒരു ചോദ്യം വന്നിരുന്നു. എന്താണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ മക്ക ഹറമിൽ ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഒന്ന് പറയുമോന്ന്. അപ്പോ അത് ഇതൊക്കെയാണ്. ഫറുഉൻ ദക്കറൽ ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് ഫീ റിസാലത്തിഹിൽ മശ്ഹൂറ ഇലാ അഹ്ലി മക്ക. മക്കക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിസാല ഉണ്ട് ആർക്ക്? ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾക്ക്. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? അന്ന ദുആ യുസ്തജാബു ഫീ 15 മൗദിഅൻ. മക്കയോട് അനുബന്ധിച്ച് 15 സ്ഥലങ്ങളിൽ ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട് എന്നാണ്. 15 സ്ഥലങ്ങളിൽ ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. ഏതൊക്കെയാണ്? ഫി തവാഫി, ഒന്ന് തവാഫിന്റെ അവസരത്തിൽ, തവാഫ് ചെയ്യുന്ന അവസരത്തിൽ, വഇൻദൽ മുൽതസിമി, ഒന്ന് മുൽതസിം ഉണ്ടല്ലോ അവിടെയും, ആ ഹജറുൽ അസ്വദിന്റെ മൂലയുടെയും കഅബയുടെ വാതിലിന്റെയും കൂടി ഇടയുള്ള ആ സ്ഥലം മുൽതസിം, അവിടെയും പ്രത്യേകമായ ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പോ തവാഫിന്റെ സമയത്ത് ഒന്ന് മുൽതസിമില്, 2 തഹത്തൽ മീസാബി, ഒന്ന് ആ പാത്തില്ലേ സ്വർണ്ണപ്പാത്തി, അതിന്റെ താഴെ, അത് സ്വർണം കൊണ്ടാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടി ദുആക്ക് പ്രത്യേക ഇജാബത്താണ്. ഇപ്പൊ സ്വർണം കൊണ്ടാണെന്ന് മാത്രം. സ്വർണ്ണപ്പാത്തി എന്ന് പേരാണ്, അത് പാത്തിയാണുള്ളത്. മീസാബ് ഇപ്പൊ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയാണ്. അത് ഏതുകൊണ്ട് ഉണ്ടാക്കിയാലും ശരി, അതിന്റെ താഴ്ഭാഗത്തുള്ള ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. ഹിജർ ഇസ്മായിലേ അല്ലെ, ഹിജർ ഇസ്മായിൽ കഅബന്റെ ഉള്ളിലാണുള്ളത്. ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ സ്കെച്ച് ആരൊക്കെയുള്ളത് ഇവിടെ? ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്താണ്. ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിസ്കരിച്ചവർ ഒരുപാട് ഉണ്ടാവൂലല്ലേ? മുസ്തഫ മുസ്തുണ്ട്, ഒരുപാടുണ്ടാവും അല്ലേ? അപ്പൊ കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന്റെ പുണ്യ ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും കിട്ടും. ചില ആളുകൾ വല്ല ഞെളിയലുണ്ട് അല്ലേ, ഞാൻ കഅബന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. കഅബന്റെ ആ വാതില് തുറന്നതിന് ശേഷം പ്രവേശിക്കുന്നുണ്ട്, അതേ പുണ്യം അവിടെ ഉണ്ട്. ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ പ്രവേശിച്ചാലും ഉണ്ട് അതേ പുണ്യം. കാരണം ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞാല് അത് കഅബന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. അത് ഖുറൈശികൾ കഅബ പുതുക്കി പണിതപ്പോൾ അവർ ഹലാലായ പൈസ കൊണ്ട് മാത്രമേ, സമ്പൂർണമായ ഹലാലായ പൈസ കൊണ്ട് മാത്രമേ കഅബ പണിയൂ എന്നവർക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ, അവരുടെ വിശ്വാസം അനുസരിച്ച് സമ്പൂർണമായും ഹലാൽ ആണോ അല്ലേ എന്ന് സംശയമുള്ള ഒരു ഫിൽസും അതിനുവേണ്ടി അവർ ചെലവാക്കിയിട്ടില്ല. അപ്പൊ അത്ര ഉറപ്പുള്ള പൈസ തീർന്ന്. അപ്പോൾ എന്ത് ചെയ്തില്ല പിന്നെ? അപ്പൊ ഹിജർ ഇസ്മായിലിന്റെ ആ മുകളിൽ ഭാഗത്ത് ചുമര് വെച്ചില്ല, അത് അവിടെ അങ്ങനെ ഒഴിച്ചിട്ട്. അതാണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങനെ തങ്ങൾ അത് ചെയ്തില്ല. അത് പറഞ്ഞല്ലോ അല്ലേ? അത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട്
റസൂല പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഖൗമ് അവര് അതും പറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു, അതും കൂടിയാണ്ട് മറ്റേ ഭാഗത്തേക്ക് കൂട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കഅബയുടെ ഉള്ളാണ്. അപ്പോ കഅബയുടെ വാതിൽ തുറന്നുകൊണ്ട് അതിൽ പ്രവേശിക്കുന്ന അതേ പുണ്യമാണ് ഹിജ്ർ ഇസ്മായിലിൽ പ്രവേശിച്ചാലും, അതിന്റെ ഉള്ളിൽ നിസ്കരിച്ച അതേ പുണ്യമാണ് ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിസ്കരിച്ചാലും. അപ്പൊ ഞാൻ ഇന്ന ആൾക്ക് കഅബന്റെ ഉള്ളിൽ കടക്കാൻ പറ്റിക്കണ്, അത് അത്ര പുണ്യം, അതിന്റെ അതേ പുണ്യം ആ ഹിജ്ർ ഇസ്മായിലേക്ക് പ്രവേശിച്ചവർക്കുണ്ട് അല്ലേ. അപ്പൊ അതിന് ഇത്ര തെക്കും തിരക്ക് കൊണ്ടൊരു ആവശ്യമില്ലാന്ന്. പിന്നെ അതിന്റെ ഉള്ളിൽ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങോട്ട് കടക്കേണ്ടതില്ല, ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ കടന്നാലും മതി. പിന്നെ പിന്നെന്താണത്, തഹ്തൽ മീസ അതുപോലെ വഫിൽ ബൈത്ത്, കഅബന്റെ ഉള്ളില്, കഅബന്റെ ഉള്ളിൽ കാരണം തന്നെ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലും മറ്റേ ഉള്ളിലൊക്കെ കഅബന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെയും ദുആക്ക് പ്രത്യേകമായി വഇൻദ സംസം, സംസമിന്റെ അടുക്കൽ, വഅല സഫ, സഫാ പർവ്വതത്തിന്റെ മുകളിൽ, വൽ മർവ, മർവയുടെ മുകളിലും, വഫിൽ മസ്അ, സഈ ചെയ്യുന്ന മസ്അ ഉണ്ടല്ലോ ആ സ്ഥലങ്ങള്, സഫാ മർവന്റെ ഇടയുള്ള സ്ഥലങ്ങള്, അവിടെയും ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്. വഖൽഫൽ മഖാമി, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ, വഫി അറഫാത്ത്, അറഫാത്തിൽ വെച്ചുള്ള ദുആക്കും, വഫിൽ മുസ്ദലിഫ വെച്ചുള്ള ദുആക്കും ഒക്കെ എന്തുണ്ട്. അതുപോലെ ജംറത്തുൽ ഊല, ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത, ഈ മൂന്നും അങ്ങനെ 15 സ്ഥലങ്ങളായിപ്പോ അല്ലെ. ഈ 15 സ്ഥലങ്ങളിലും പിന്നെ പ്രത്യേകമായ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാകുന്നു. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സുന്നത്ത് നോമ്പിൽ ഏറ്റവും മുഖ്യമായ സുന്നത്ത് നോമ്പ് ഏതാണ്? 1, 2, 3 അങ്ങനെ പറയൂ പ്ലീസ്. ഇന്നലെ പറഞ്ഞ ആളല്ലേ. ഏതായാലും ശരി, അത് കിസ് പ്രോഗ്രാമിനൊന്നും നിലക്ക് വേണ്ട, നമുക്കിവിടെ കാര്യം പഠിക്കാനുള്ള നിലക്ക് ഇങ്ങനെ പറയാം. ഏറ്റവും പുണ്യമായ സുന്നത്ത് നോമ്പ് അറഫ നോമ്പാണ്. ഹാജിമാരല്ലാത്തവർക്ക് അറഫ നോമ്പാണ് ഏറ്റവും പുണ്യമുള്ളത്. ഹാജിമാർക്ക് അറഫ നോമ്പ് സുന്നത്തില്ല. കാരണം അത് കഴിഞ്ഞൊരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കുന്ന. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആഷൂറ മുഹറം 10, അത് കഴിഞ്ഞാൽ പിന്നെ താസുഅ ആണ് മുഹറം 9, അത് കഴിഞ്ഞാൽ പിന്നെ ശവ്വാൽ അല്ലെ 6, 9 പ്രത്യേകമായ സുന്നത്തുള്ളത്. പിന്നെ അയ്യാമുൽ ബീദ് ഉണ്ട് 13, 14, ഓരോ മാസവും 13, 14, 15. അതുപോലെ അയ്യാം സൂദ് ഉണ്ട് എല്ലാ മാസവും 28, 29, 30 ഉണ്ടല്ലോ, മാസത്തിന്റെ അവസാനത്തെ 3 ദിവസം അതും നോമ്പ് പ്രത്യേകമായ സുന്നത്തുള്ളതാണ്. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കുക, എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കൂടി ആയാൽ ഏറ്റവും പുണ്യം തിങ്കളാഴ്ചത്തെ നോമ്പിനാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നോമ്പിന്റെ സുന്നത്തിന്റെ ആ തർത്തീബ്. മറ്റൊന്ന്, നിസ്കാരത്തിൽ കാറ്റോ മറ്റേതെങ്കിലും കൊണ്ട് ഒരാളുടെ ഔറത്ത് വെളിവായാൽ അപ്പോൾ തന്നെ അയാൾ അത് മറച്ചു എന്നാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. നമ്മുടെ ഫത്വയിലൊക്കെ ഉണ്ടല്ലോ വിഷയം. ഏത് നിസ്കാരത്തിന്റെ ഇടയിൽ നിസ്കാരത്തിൽ ഔറത്ത് വെളിവായ നിസ്കാരം ബാത്തിലാവൂലേ? ഔറത്ത് മറക്കൽ നിസ്കാരത്തിന് ഷർത്തല്ലേ അല്ലെ? മുട്ടൂക്കളുടെ ഇടയിലുള്ള സ്ഥലം പുരുഷന്മാരത്, മുഖം കഴിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ സ്ത്രീകളുടെയും ഔറത്താണ്. അപ്പൊ ഔറത്ത് മുഴുവൻ മറക്കണം നിസ്കാരത്തിന് ഏതൊരു സ്ഥലം വെളിവായാൽ നിസ്കാരം സഹി ആവുകയില്ല. നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് ഏതൊരു സ്ഥലം വെളിവായാലോ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അതേ സമയത്ത് ഓങ്ങ് നിസ്കരിക്കരുന്ന്. അപ്പൊ കാറ്റടിച്ചുകൊണ്ടോ മറ്റോ ഔറത്ത് വെളിവായി അപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൻ അത് മറക്കുകയും ചെയ്തു. കൈ കൊണ്ട് പിടിച്ചിട്ട് ശരിക്കുണ്ട് ഇവിടെ മറക്കുകയും ചെയ്തു. എന്നാൽ നിസ്കാരം ബാത്തിലാവൂലാന്നാ. ഇവിടെ ഫത്തുൽ ഇങ്ങനെ ഉണ്ടല്ലോ, വമിനൽ മുബ്തിലി അയ്ദൻ ഹദസുൻ, നിസ്കാരത്തിന്റെ ഇടയിൽ ഒതു മുറിഞ്ഞു നിൽക്കുക, നമസ്കാരം ബാത്തിലായി. വലു ബിലാ ഖസ്ദിൻ, അത് അവന്റെ ഉദ്ദേശം കൂടാവുന്നല്ല, അണ്ട് അറിയാതെ പോയി അണ്ട് മുറിഞ്ഞു പോയതാണ്, എന്നാലും ശരി നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ വത്തിസാലു നജസിൻ, നജസുമായി ബന്ധപ്പെടുക. എങ്ങനത്തെ നജസ്? ലാ യുഅഫ അൻഹു, അതിന് അഫുവില്ല. അങ്ങനത്തെ നജസ് എന്ത് ചെയ്ത് നിസ്കരിക്കണതിന്റെ ഇടയിൽ അവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയി നിൽക്കുക, എന്നാലും നിസ്കാരം ബാത്തിലാകും. ഇല്ല ഇൻ ദഫഅഹു ഹാലൻ, അപ്പൊ തന്നെ എന്ത് ചെയ്ത് അതാണ്ട് തട്ടിക്കളഞ്ഞു നിൽക്കുന്ന നിസ്കാരം ബാത്തിലാവൂല. നിസ്കരിക്കണതിന്റെ ഇടയിൽ എന്ത് ചെയ്ത് അവന്റെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ നജസായി, അപ്പൊ തന്നെ എന്ത് ചെയ്ത് അവൻ തട്ടിക്കളഞ്ഞു, എന്നാലോ നമസ്കാരം ബാത്തിലാവൂല. അതുപോലെ വങ്കിച്ചാഫു ഔറത്തിൻ, അതാ ഔറത്ത് വെളിവാ നിസ്കരിക്കണതിന്റെ ഇടയിൽ,
അതെങ്ങനെ? ഇല്ലാ ഇൻ കശഫഹാ റീഹുൻ ഫസതറ ഹാലൻ. ഔറത്ത് വെളിവായി. എങ്ങനെ വെളിവായി? ഔറത്ത് വെളിവായ നിസ്കാരം ബാത്തിലാവും. അതേസമയത്ത് എങ്ങനെ വെളിവായി? കാറ്റ് അടിച്ചുകൊണ്ട് ഔറത്ത് വെളിവായി. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവൻ അതൊന്ന് മറക്കുകയും ചെയ്തു. എന്നാലും നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ്. മനസ്സിലായല്ലേ? പിന്നെ ഇപ്പൊ എന്താണ്? പിന്നെ ഉസ്താദെ വല്യമ്മാന്റെ ആണ്ടാണ് എന്ന് നമ്മുടെ ദിൽഷാദ് മോൻ എഴുതിയിട്ടുണ്ട്. ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ വല്യമ്മാക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ സുന്നത്ത് നിസ്കരിക്കാതിരിക്കുന്നവൻ ഇമാം ആയാൽ ഇന്തിഖാലത്തിന്റെ തക്ബീർ ഉറക്കെ പറയാമോ? ഇമാമിന് ഇന്തിഖാലാത്തിന്റെ തക്ബീറുകൾ ഉറക്കെ ചെല്ലൽ സുന്നത്താണ് അല്ലേ? അതെ, അങ്ങനെയാണ്. ഇമാമിന് ഇന്തിഖാലാത്തിന്റെ തക്ബീറുകളൊക്കെ ഉറക്കെ ചെല്ലലാണ് ഇമാമിന് സുന്നത്ത്. അപ്പോ ജഹരിയാൻസ്കാരാവട്ടെ സിജിയാൻസ്കാരാവട്ടെ അല്ലെ, ഏതായാലും ശരി, ഇമാമിന് ഇന്തിഖാലാത്തിന്റെ തക്ബീർ ഉറക്കെ ചെല്ലാണ് സുന്നത്ത്. ആ അടിസ്ഥാനത്തിൽ സുന്നത്താകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കാം, ഒന്നുകൂടി ഉറപ്പുവരുത്തണം ഇൻഷാ അല്ലാഹ്. ഉസ്താദെ അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ഹജ്ജ് അല്ലാത്ത സമയങ്ങളിൽ ദുആക്ക് പ്രത്യേകം ഉണ്ടോ? അതില്ല. ഹജ്ജ് അല്ലാത്ത സമയത്തല്ല, ഹജ്ജിന്റെ സമയത്തിലാണ് അതിന് പ്രത്യേകമായ പുണ്യം ഉള്ളത്. പിന്നെ അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി, ഞാൻ ഈ പറഞ്ഞ കേൾക്കേണ്ട പടണ്ടല്ലേ, ജലീൽ ദാരിമി എന്ന് റൈസയിൽ ചെയ്യുക. ജലീൽ ദാരിമിയുടെ ക്ലാസ് ഇന്ന് അത്തവക്കുലു അലല്ലാഹ് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ്. എല്ലാവരും സജീവമായി പങ്കെടുക്കുക. ക്ലാസിന്റെ ശേഷം ഉസ്താദിനോട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ് സംബന്ധമായ വിഷയമാവട്ടെ, ഇനി മറ്റു ആദർശ സംബന്ധമായ വിഷയങ്ങളോ ഈ ഫിഖ്ഹ് സംബന്ധമായ വിഷയങ്ങളോ എന്തായാലും ശരി, അത് ചോദിക്കാം. അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങൾ വളരെ തൃപ്തികരമായ മറുപടി ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഇത് സാലിഹായ അമലായി അല്ലാഹു ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ അടുക്കൽ നിന്നും കേൾക്കുന്നവരുടെ അടുക്കൽ നിന്നും ഇത് സംഘടിപ്പിക്കുന്നവരിൽ നിന്നും